ഹായ് ഓൾ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നമ്മളിപ്പോൾ വയേർഡ് ലാൻഡ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ ഇനി വയർലെസ് ലാൻഡ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. വയർലെസ് ലാൻഡ്സിൽ വയർലെസ് ലാൻഡ്സിൻ്റെ രണ്ട് ടെക്നോളജീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ വയർലെസ് ലാനും ആൻഡ് അതുപോലെ ബ്ലൂടൂത്തിൻ്റെ കേസും പറയുന്നുണ്ട്. നമ്മൾ വയർലെസ് ലാൻഡ്സിൽ IEEE കൊടുത്ത സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IEEE 802.11 ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വയർലെസ് ലാൻഡ്സ് ആദ്യം എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം, പിന്നെ നമുക്ക് ബ്ലൂടൂത്തിലേക്ക് പോവാം. വയർലെസ് ലാൻഡ്സിൻ്റെ ആർക്കിടെക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് കൈൻഡ് ഓഫ് സർവീസസ് അതിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ബേസിക് സർവീസ് സെറ്റ്, ദാറ്റ് ഈസ് BSS, ആൻഡ് സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് ESS ആണ്. ബേസിക് സർവീസ് സെറ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്. ബേസിക് സർവീസ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ബേസിക് സർവീസ് സെറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേഷനറി ഓർ മൊബൈൽ വയർലെസ് സ്റ്റേഷൻസ് ആൻഡ് ആൻ ഓപ്ഷണൽ സെൻട്രൽ ബേസ് സ്റ്റേഷൻ നോൺ ആസ് ആക്സസ് പോയിൻ്റ്. ബേസിക് സർവീസ് സെറ്റിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേഷനറീസ് അല്ലെങ്കിൽ മൊബൈൽ വയർലെസ് സ്റ്റേഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതുകൊണ്ടെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിലൊരു സെൻട്രൽ ബേസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, അതിനെയാണെന്ന് പറയുന്നത് ആക്സസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആക്സസ് പോയിൻ്റ്. ഒരുപാട് സർവീസ് സ്റ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ സെൻട്രലായിട്ട് എന്തുണ്ട്, ആക്സസ് പോയിൻ്റ് വന്നിട്ടുണ്ട്. എ BSS വിത്തൗട്ട് ആൻ ആക്സസ് പോയിൻ്റ് ഈസ് കാൾഡ് അഡ്ഹോക്ക് നെറ്റ്വർക്ക്. ആക്സസ് പോയിൻ്റ് ഇല്ലാത്ത BSS സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡ്ഹോക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ എ BSS വിത്ത് AP, ദാറ്റ് ഈസ് ആക്സസ് പോയിൻ്റ്, ഈസ് കോൾഡ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്. ആക്സസ് പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കും, ആക്സസ് പോയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അഡ്ഹോക്ക് നെറ്റ്വർക്കാണ് പറയാം. അതാണ് ഫസ്റ്റ് BSS അല്ലെങ്കിൽ ഫസ്റ്റ് സർവീസ് ആയിട്ടുള്ള BSS അല്ലെങ്കിൽ ബേസിക് സർവീസ് സെറ്റ്. ദെൻ സെക്കൻഡ് സർവീസാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more BSS വിത്ത് APs. നമ്മൾ പറഞ്ഞു APs, അതായത് ആക്സസ് പോയിൻ്റ് ഉള്ള രണ്ടോ അതോ അതിലധികമോ BSSകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് ഉള്ളത്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക്, അതായത് AP ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആക്സസ് പോയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള BSSനെ പറയുന്ന പേരാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ അതോ അതിലധികമോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഒരു എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് BSSകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് എന്ന് പറയുന്നത്. In this case, BSS are connected through a distribution system which is usually a wired LAN. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്, അത് മേ ബി വയേർഡ് ആയിരിക്കും. ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കണക്ട് ദ API in the BSS. നെക്സ്റ്റ് എന്താണ്? ഓക്കെ, ദ ESS യൂസസ് 2 types of stations ആണ്. 2 types of stations ഇതിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ മൊബൈൽ. ദ മൊബൈൽ സ്റ്റേഷൻസ് ആർ നോർമൽ സ്റ്റേഷൻസ് ഇൻസൈഡ് എ BSS. മൊബൈൽ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സ്റ്റേഷനറി, അതായത് നമ്മൾ സ്റ്റേഷനറി സ്റ്റേഷൻസ് ആർ AP സ്റ്റേഷൻസ്, ദാറ്റ് ഈസ് ആക്സസ് പോയിൻ്റ് കേട്ടോ. ആക്സസ് പോയിൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേഷനറി എന്ന് പറയുന്നത്. അപ്പം മൊബൈലും സ്റ്റേഷനറിയും നമ്മളിതിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ BSS ആർ കണക്റ്റഡ് സ്റ്റേഷൻ വിത്തിൻ റീച്ച് ഓഫ് വൺ അനദർ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് ദ യൂസ് ഓഫ് APIs. അതായത് ഇവിടെ നമ്മൾ ആക്സസ് പോയിൻ്റ് വേണം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് പോയിൻ്റ് അവിടെ വേണം. ഓവർ ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 stations in 2 different BSS usually occurs via 2 APs. അപ്പോൾ 2 BSS ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 2 APs വേണ്ടി വരും. ഇനി സ്റ്റേഷൻ ടൈപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ IEEE 802.11 ഡിഫൈൻസ് 3 type of stations based on their mobility in a wireless LAN. 3 type of സ്റ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് നോ ട്രാൻസ്മിഷൻ,
ദെൻ BSS ട്രാൻസ്മിഷൻ ആൻഡ് ESS ട്രാൻസ്മിഷൻ. നോ ട്രാൻസ്മിഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എ സ്റ്റേഷൻ വിത്ത് നോ ട്രാൻസിഷൻ മൊബിലിറ്റി ഈസ് എയ്തർ സ്റ്റേഷനറി ഓർ മൂവിങ് ഇൻ ഓൺലി ഇൻസൈഡ് എ BSS. അവിടെ എന്തല്ല ട്രാൻസിഷൻ മേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് നോ ട്രാൻസിഷൻ വരിക. അതുപോലെ BSS ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ സ്റ്റേഷൻ വിത്ത് BSS ട്രാൻസിഷൻ മൊബിലിറ്റി ക്യാൻ മൂവ് ഫ്രം വൺ BSS ടു അനദർ. നമ്മൾ പറഞ്ഞു ഒരുപാട് BSS കമ്പൈൻ ചെയ്തിട്ടാണ് ESS ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു BSSൽ നിന്നും വേറൊരു BSSലേക്ക് നമ്മൾ BSS ട്രാൻസിഷൻ മൊബിലിറ്റി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ESS ട്രാൻസിഷൻ എന്ന് പറയും. ദെൻ ESS ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ വിത്ത് ESS ട്രാൻസിഷൻ മൊബിലിറ്റി ക്യാൻ മൂവ് ഫ്രം വൺ ESS ടു അനദർ. ഒരു ESSൽ നിന്ന് വേറൊരു ESSലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ESS ട്രാൻസിഷൻ. BSS ടു BSS ആണെന്നുണ്ടെങ്കിൽ BSS ട്രാൻസിഷൻ എന്ന് പറയും. ആൻഡ് നോ ട്രാൻസിഷൻ. ഇനി MAC സബ് ലെയർ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 MAC സബ് ലെയേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ ആൻഡ് പോയിൻ്റ് കോർഡിനേഷൻ ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. താഴെ ഫിസിക്കൽ ലെയർ ഉണ്ടല്ലേ, അതിൻ്റെ തൊട്ട് മുകളിലാണ് ഡാറ്റ ലിങ്ക് ലെയർ. ആ ഡാറ്റ ലിങ്ക് ലെയറിനെ നമുക്ക് MAC സബ് ലെയറും LLC സബ് ലെയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിൽ തന്നെ MAC സബ് ലെയറിൽ വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ DCF ആൻഡ് പോയിൻ്റ് കോർഡിനേഷൻ ഫംഗ്ഷൻ PCF. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ യൂസസ് CSMA/CA ആക്സസ് കൺട്രോൾ മെത്തേഡ്. നമ്മളെ കൊളീഷൻ അവോയ്ഡൻസ് മെത്തേഡാണ് DCFൽ യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്രെയിം എക്സ്ചേഞ്ച് ടൈം ലൈൻ ഫിഗർ. ബിഫോർ സെൻഡിങ് എ ഫ്രെയിം എ സോഴ്സ് സ്റ്റേഷൻ സെൻസ് എ മീഡിയം ബൈ ചെക്കിങ് ദ എനർജി ലെവൽ അറ്റ് ദ കരിയർ ഫ്രീക്വൻസി. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യും? സെൻസ് ചെയ്യൂലേ. The channel uses a persistent strategy with a backoff until the channel is idle. After the station is found to be idle, the station waits for a period of time called distributed interframe space. അതായത് DIFS. അതായത് നമ്മൾ സ്റ്റേഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയം സ്റ്റേഷൻ ഐഡിലാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യാണ്? സെൻഡ് ചെയ്യാണ് അല്ലേ. ദെൻ ദ സ്റ്റേഷൻ സെൻഡ് എ കൺട്രോൾ ഫ്രെയിം കോൾഡ് റിക്വസ്റ്റ് ടു ദ സെൻഡർ, RTS സെൻഡ് ചെയ്യും. ആഫ്റ്റർ റിസീവിങ് RTS ആൻഡ് വെയിറ്റിംഗ് ദ പീരിയഡ് ഓഫ് ടൈം കോൾഡ് ഷോർട്ട് ഇന്റർഫ്രെയിം സ്പേസ്, ദ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ സെൻഡ് എ കൺട്രോൾ ഫ്രെയിം കോൾഡ് ക്ലിയർ ടു സെൻഡ് ടു ദ സോഴ്സ് സ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെ ഡാറ്റ സെൻസ് ചെയ്തതിന് ശേഷം സെൻഡർ റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. ദെൻ ആ സെൻഡ് ചെയ്തതിന് ശേഷം സെൻഡർ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ലിയർ ടു സെൻഡ് എന്നുള്ള മെസ്സേജ് തിരിച്ചുള്ള അക്നോളജ്മെൻറ്റ് സെൻഡറിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ ആഫ്റ്റർ വെയിറ്റിംഗ് എമൗണ്ട് ഓഫ് ടൈം ടു SIFS സെൻഡ്സ് ദ acknowledgement to the show and frame has been received. When the station send a RTS frame, it includes a duration of time it needs to occupy the channel. The station that are affected by transmission create a timer called network allocation vector that shows how much time must pass before these stations are allowed to check the channel for idleness. അതായത് നമ്മൾ ഇങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യും, ഒരു ഫ്രെയിം സെൻഡ് ചെയ്തിട്ട് അത് സെൻസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ഐഡിലാണെന്നുണ്ടെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ തിരിച്ച് RTS വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്ത് ഒരു റീട്രാൻസ്മിഷൻ മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ, ഒരു കോർഡിനേഷൻ അവിടെ തമ്മിൽ സെൻഡറും റിസീവറും തമ്മിൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് പോയിൻ്റ് കോർഡിനേഷൻ ഫംഗ്ഷൻ. In point coordination function, PCF is an optional access method that can be implemented in infrastructure network.
PCF has a centralized contention free polling access method. ഇതെന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കിലാണ്, അതായത് ആക്സസ് പോയിൻ്റ് ഉള്ള നെറ്റ്വർക്കിലാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദ APIs പെർഫോം പോളിംഗ് ഓർ സ്റ്റേഷൻസ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ബീയിങ് പോൾഡ്. അതായത് ആക്സസ് പോയിൻ്റ് വേണമെന്ന് പറയാൻ കാരണം അതെന്ത് ചെയ്യും? പോളിംഗ് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഡ്യൂ ടു ദ പ്രയോറിറ്റി ഓഫ് PCF ഓവർ DCF സ്റ്റേഷൻ ദാറ്റ് ഓൺലി ദ DCF മേ നോട്ട് ഗെയിൻ ആക്സസ് ടു ദ മീഡിയം. DCFന് എന്തെയില്ല, മീഡിയമായിട്ട് നേരെ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? PCF ആണ് നമ്മൾ യൂസ് ചെയ്യുക. To prevent this, repetition interval has been designed to cover both the contention-free PCF and contention-based DCF traffic. The repetition interval, which is repeated continuously, start with a special control frame called beacon frame. ഇതിലൊരു സ്പെഷ്യൽ കൺട്രോൾ ഫ്രെയിം ഉണ്ട്, അതിനെയാണ് ബീക്കൺ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വയർലെസ് ലാൻ പറഞ്ഞു. ഇനി ബ്ലൂടൂത്തിൻ്റെ കേസ് പറയാം. ബ്ലൂടൂത്തും ഒരു വയർലെസ് ആണ്. ബ്ലൂടൂത്ത് ഈസ് എ വയർലെസ് ലാൻ ടെക്നോളജി ഡിസൈൻ ടു കണക്ട് ഡിവൈസസ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് ടെലിഫോൺ, നെറ്റ്, നോട്ട്ബുക്ക്, കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മുടെ ഫോൺ, നമ്മുടെ ലാപ്ടോപ്പ്, അതുപോലെ ടാബ്ലറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അല്ലേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ബ്ലൂടൂത്ത് ടെക്നോളജി ഹാസ് സെവറൽ ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വൺ, പെരിഫറൽ ഡിവൈസ് സച്ച് ആസ് വയർലെസ് മൗസ് ഓർ കീബോർഡ് can communicate with each other and computer through this technology. അതാണ് ഒന്നാമത്തെ. സെക്കൻഡ് വൺ ആണെന്ത്? മോണിറ്ററിംഗ് ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെൻസ് ഡിവൈസ് ഇൻ എ സ്മോൾ ഹെൽത്ത് കെയർ സെൻറ്റർ. ആൻഡ് ബ്ലൂടൂത്ത് വാസ് ഒറിജിനലി സ്റ്റാർട്ടഡ് ആസ് എ പ്രോജക്റ്റ് ബൈ എരിസ്കോൺ കമ്പനി. എരിസ്കോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതിന് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് നെയ്മഡ് ഫോർ ഹറാൾഡ് ബി ലാനാർട്ട് എന്ന് പറയും. ദ കിങ് ഓഫ് ഡെൻമാർക്കാണ്. വോ അണ്ടിൽ ഡെൻമാർക്ക് ആൻഡ് നോർവേ ബെറ്റ്ലാൻഡ് translate to the Bluetooth in English. Bluetooth technology is an implementation of protocol defined by 802.15. അപ്പോൾ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു 802.11 ആണ് വയർലെസ് ലാൻ. ഓക്കെ, അതുപോലെ 802.15 ആണ് എന്തിന്? ബ്ലൂടൂത്തിന് പറയുന്നത് കേട്ടോ. ബ്ലൂടൂത്ത് ഡിഫൈൻസ് 2 types of നെറ്റ്വർക്ക്, പൈക്കോനെറ്റ്, സ്കാറ്റർനെറ്റ്. ബ്ലൂടൂത്തിൽ പൈക്കോനെറ്റ് ഉണ്ട് ആൻഡ് സ്കാറ്റർനെറ്റ് ഉണ്ട്. പൈക്കോനെറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഈസ് കാൾഡ് പൈക്കോനെറ്റ് ഓർ എ സ്മോൾ നെറ്റ്. ചെറിയൊരു നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് പൈക്കോനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൂടൂത്തിൻ്റെ കേസിൽ നമ്മൾ പൈക്കോനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. എ പൈക്കോനെറ്റ് ക്യാൻ ഹാവ് ആൻ 8 സ്റ്റേഷൻസ്, ഈച്ച് വൺ ഓഫ് കാൾഡ് പ്രൈമറി ആൻഡ് ദ റെസ്റ്റ് ഈസ് കാൾഡ് സെക്കൻഡറീസ്. അപ്പോൾ ഇതിലെന്തുണ്ട്? 8 സ്റ്റേഷൻസാണ് മെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൈമറി ആക്കി എടുക്കും, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആക്കി എടുക്കും. ഇവിടെ കാണുന്നുണ്ടാവും, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടാവും. ഒരാൾ പ്രൈമറി, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി. ഇതാണ് പൈക്കോനെറ്റ്. ഓൾ സെക്കൻഡറി സ്റ്റേഷൻ സിങ്ക്രണൈസ് their clock and hopping sequence with primary. A piconet can have only one primary station. The communication between primary and secondary can be one to one or one to many. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുക ഒന്നില്ലെങ്കിൽ പിയർ ടു പിയർ, ദാറ്റ് ഇസ് 1 to 1, അല്ലെങ്കിൽ 1 to many എന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് പോസിബിൾ ആവുള്ളൂ. Although a piconet can have a maximum 7 secondaries and additional 8 secondaries can be in the parked state. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ ബ്ലൂടൂത്തിൻ്റെ കേസിൽ മെയിൻലി അഡീഷണൽ 8 സെക്കൻഡറീസാണ് 7 സെക്കൻഡറീസിനെ മാക്സിമം പറ്റുള്ളൂ കേട്ടോ. A secondary in a parked state is synchronized with a primary but cannot take a part in the communication until it is moved from parked state. ഇതാണ് പൈക്കോനെറ്റ്. ദെൻ സ്കാറ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈക്കോനെറ്റ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം
വാട്ട് ഈസ് കാൾഡ് സ്കാറ്റർ നെറ്റ്. കമ്പൈൻ ചെയ്തിട്ട് പൈക്കോനെറ്റിനെ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതിനാണ് സ്കാറ്റർ നെറ്റ് എന്ന് പറയുന്നത്. എ സെക്കൻഡറി സ്റ്റേഷൻ ഈസ് വൺ പൈക്കോനെറ്റ് ക്യാൻ ബി പ്രൈമറി ഇൻ അനദർ പൈക്കോനെറ്റ് ആൻഡ് എ സ്റ്റേഷൻ ക്യാൻ ബി മെമ്പർ ഓഫ് ടു പൈക്കോനെറ്റ്. ഒരു സ്റ്റേഷൻ എന്തുണ്ട്, 2 പൈക്കോനെറ്റ് വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ലെയറാണ് പറയുന്നത്. റേഡിയോ ലെയർ, തന്നെ ബേസ് ബാൻഡ് ലെയർ, L2 ക്യാപ്പ് പ്ലെയർ, പിന്നെ പ്രൊഫൈൽസ്, ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ബ്ലൂടൂത്തിൻ്റെ ലെയേഴ്സായിട്ട് വരുന്നത്. ഇനി റേഡിയോ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഡിയോ ലെയർ ഈസ് റഫ്ലി ഈക്വലൻറ്റ് ടു ദ ഫിസിക്കൽ ലെയർ ഓഫ് ദ ഇൻ്റർനെറ്റ് മോഡൽ. ഇൻ്റർനെറ്റിൽ നമ്മൾ ISO OSI മോഡൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷനാലിറ്റീസ് തന്നെയാണ് റേഡിയോ ലെയർ ചെയ്യുന്നത്. ദെൻ ബേസ് ബാൻഡ് ലെയർ നോക്കുക. അതിൽ ബേസ് ബാൻഡ് ലെയർ ഈസ് റഫ്ലി ഈക്വലൻറ്റ് ടു മാക് സബ് ലെയർ ഇൻ ദ ലാനിലുള്ള അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിലുള്ള മാക് സബ് ലെയറിന് ഈക്വലൻ്റ് ആണ് ഇത് ഈ ബേസ് ബാൻഡ് ലെയർ എന്ന് പറയുന്നത്. ദ ആക്സസ് മെത്തേഡ് ഈസ് TDMA. ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ യൂസിങ് ടൈം സ്ലോട്ട്. ഓരോന്നിനോരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ബ്ലൂടൂത്ത് യൂസസ് എ ഫോം TDMA ദാറ്റ് ഈസ് കാൾഡ് TDD-TDMA and it is a kind of half duplex communication in which secondary and receiver send and receive data but not at all same time. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, TDMൽ ഇതിൽ ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷനാണ് പോസിബിൾ ആവുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതിന് ടൈം നമുക്ക് റിസീവറിലേക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ആ ഒരു ടൈം സ്ലോട്ടിൻ്റെ ഉള്ളിൽ. ഓക്കെ. ദ സിംഗിൾ സെക്കൻഡറി കമ്മ്യൂണിക്കേഷൻ ഇഫ് ദ പൈക്കോനെറ്റ് ഹാസ് ഓൺലി 1 സെക്കൻഡറി. അത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പൈക്കോനെറ്റ് എന്ന് പറയാം. കാരണം ഒന്ന് പ്രൈമറി ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പ്രൈമറി യൂസസ് ഈവൻ നമ്പേർഡ് സ്ലോട്ട് ആൻഡ് സെക്കൻഡറി യൂസസ് ഓഡ് നമ്പേർഡ് സ്ലോട്ട്. അതായത് പ്രൈമറി ഒന്നില്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് സ്ലോട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ഓഡ് നമ്പർ ഓഫ് സ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. Then multiple secondary communication, the process is little more involved if there is no more than 1 secondary in the piconet. Again, primary uses even numbered slot, but the secondary send the next odd numbered slot if the packet is the previous slot as added. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ബേസ് ബാൻഡ് ലെയർ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലെ മാക് സബ് ലെയറിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സെൻറ്റർ ഈവൻ നമ്പർ സ്ലോട്ടാണ് സെലക്ട് ചെയ്യുക. ദെൻ റിസീവർ എന്ത് ചെയ്യും, സെക്കൻഡറി സെൻഡ് ഓഡ് നമ്പേർഡ് സ്ലോട്ടാണ് സെൻഡ് ചെയ്യുക. ഇനിയാണ് ഫിസിക്കൽ ലിങ്ക് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ഫിസിക്കൽ ലിങ്കാണ് വരുന്നത്. 2 types of links can be created between primary and secondary, that is SCO links and ACL links. SCO എന്ന് പറയുന്നത് സിങ്ക്രോണസ് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. മറ്റേത് ACL എന്ന് പറയുന്നത് അസിങ്ക്രോണസ് കണക്ഷൻ ലിങ്കാണ്. സിങ്ക്രോണസ് കണക്ഷൻ ഓറിയൻറ്റഡിൽ ലിങ്ക് ഈസ് യൂസ്ഡ് വെൻ അവോയ്ഡ് ലാറ്റൻസി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ദെൻ അസിങ്ക്രോണസ് കണക്ഷൻലെസ് ലിങ്കിൽ എന്താണ് യൂസ്ഡ് വെൻ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അവോയ്ഡിങ് ലാറ്റൻസി. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ബ്ലൂടൂത്ത് 8ൻ്റെ ഫോർമാറ്റാണ്. ആക്സസ് കോഡ് ഉണ്ടാവും, അഡ്രസ്സ്, ടൈപ്പ്, FAS, HEC, ദെൻ ഡാറ്റ. ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ സിങ്ക്രണൈസേഷൻ ബിറ്റ് ആൻഡ് ഐഡൻറ്റിഫൈസ് എ പ്രൈമറി ടു ഡിസ്റ്റിങ്വിഷ് ദ ഫ്രെയിം വൺ പൈക്കോനെറ്റ് ഫ്രം അനദർ. അപ്പോൾ അതാണ് ആക്സസ് പോയിൻ്റ്. വൺ പൈക്കോനെറ്റ് ടു അനദർ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് കോഡ്. ദെൻ ഹെഡർ സബ് ഫീൽഡ് ഉണ്ട്. ഹെഡർ സബ് ഫീൽഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അഡ്രസ്സ് ഉണ്ടായിരിക്കും, ടൈപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ F ഫ്ലോ കൺട്രോൾ, A അക്നോളജ്മെൻറ്റ്, S സീക്വൻസ് നമ്പർ. ഓക്കെ. ഇനി HEC എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ കറക്ഷൻ സബ് ഫീൽഡ്. ഇറ്റ് ഈസ് എ ചെക്ക് സം ടു ഡിറ്റക്റ്റ് എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ചെക്ക് സമ്മും കൂടിയാണ് HEC എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തുണ്ടാവും, ഡാറ്റ. നമ്മൾ ഏത് ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നത് ആ ഡാറ്റയും കൂടെ ഇതിലുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു.